അറിയാതെ അറിയാതെ ഈ പവിഴമാ തിങ്കളറിയാതെ അറിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലാകാൻ വാ ഇതൊരമരഗന്ധർവയാമം അലകുറിയുമീ ആഷാഢതീരം അറിയാതെ അറിയാതെ ഈ പവിഴമാ തിങ്കളറിയാതെ അറിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലറിയാൻ വാ. അതെ, ഇന്ന് നമ്മുടെ ചാനൽ മലയാളീസ് കിച്ചണിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും വേഗത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു നല്ല അടിപൊളി കറിയാണ്. നമുക്ക് വളരെ അപൂർവമായിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്ന എന്നാൽ ഏറ്റവും വിശേഷ ദിവസങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ആ കറിയുമായി നമുക്ക് നമ്മുടെ വീഡിയോ കടന്നു പോകുന്നതോടൊപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വിമർശനങ്ങൾക്കും എല്ലാ നല്ല കമന്റുകൾക്കും ഒക്കെ ഒരുപാട് താങ്ക്സ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എരിശ്ശേരി നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. അത് കുക്കറിനകത്ത്, പ്രഷർ കുക്കറിനകത്ത് നമുക്ക് എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മത്തങ്ങയും കുമ്പളങ്ങയും വഴുതനങ്ങ ഇങ്ങനെ പെട്ടെന്ന് വേവുന്ന കുറച്ച് വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പെട്ടെന്ന് വേവുന്നതും ഒക്കെ ആയിട്ട് ആദ്യം സെലക്ട് ചെയ്യുക. ഏത്തക്കായും ഒക്കെ നമുക്ക് എരിശ്ശേരിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ അത്യാവശ്യം ഇവിടെ ഇരുന്ന വെജിറ്റബിൾസ് ഞാൻ മത്തങ്ങ, കുമ്പളങ്ങ, പിന്നെ വെള്ളരിക്ക എടുത്തിട്ടില്ല. മത്തങ്ങയും കുമ്പളങ്ങയും വഴുതനങ്ങയും 2 കഷ്ണം മുരിങ്ങയ്ക്കയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്കൊരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അപ്പം വെജിറ്റബിൾ വേവട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിന് ഒരു തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ തിരുമിയത് നമുക്കിത് ജീരകവും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. വെളുത്തുള്ളിയും ചില സ്ഥലത്ത് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ അരയ്ക്കാറുണ്ട്. ഇത് നമ്മളിപ്പം തേങ്ങയും ജീരകവും മാത്രമാണ് ഞാനിതിൽ അരച്ച് ചേർക്കുന്നത്. അത്യാവശ്യമെങ്കിൽ നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് 2 വിസിൽ കേട്ട് നന്നായിട്ട് വെന്ത് വന്നതാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയുടെ അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ജീരകവും കറിവേപ്പിലയും മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുള്ളത് തേങ്ങ അരയ്ക്കാൻ നേരത്ത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാൻ മുളക് പൊടിയോ പച്ചമുളകോ ചേർത്തിട്ടില്ല. ഞാൻ കറിവേപ്പിലയും ജീരകവും മാത്രമാണ് തേങ്ങയിൽ അരച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ വേറെ എരിവ് വരാനുള്ള രീതിയിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അത് എരിവ് കൂടുതൽ, എരിശ്ശേരിക്ക് അധികം എരിവ് വേണ്ട. ഞാൻ 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും. പിന്നെ ഇതിന് കുരുമുളക് പൊടി വളരെ ടേസ്റ്റാണ് ചേർക്കാൻ. അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ, കുരുമുളക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിത് കടുക് താളിക്കാനായിട്ട് എടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് മാറ്റാം. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് കടുക് താളിച്ച് എടുക്കാം. ഞാൻ കടുക് താളിക്കാനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കതിനാവശ്യമായിട്ടുള്ള ഓയിൽ, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും, റിഫൈൻഡ് ഓയിലാണ് ഞാനിപ്പം യൂസ് ചെയ്തിരിക്കുന്നത്. പച്ച വെളിച്ചെണ്ണയാണെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടി നന്നായിട്ട് നിൽക്കും. ഞാൻ അതിലേക്ക് കടുക്, ഉഴുന്നുപരിപ്പ്, കടല ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തേങ്ങ ചിരകിയത് നമ്മൾ എരിശ്ശേരിക്ക് കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ഒരു ബ്രൗൺ കളറ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തേങ്ങ ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനിത് തീ ഓഫ് ചെയ്തു. നമുക്കിതിന് എരിശ്ശേരിയിലേക്ക് താളിച്ച് വയ്ക്കാം. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിശ്ശേരിക്ക് നമ്മൾ കടുക് താളിക്കുക എന്ന് പറയുന്നത് തേങ്ങ ആണ് മെയിനായിട്ട് നമ്മളിതിൽ താളിച്ചിടുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിൻ്റെ കടുക് താളിക്കുക എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ അരയ്ക്കാനായിട്ട് എടുക്കുന്നതിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റി വെച്ചാൽ മതി. നമുക്ക് കടുക് താളിക്കുമ്പോൾ അതിലിതുപോലെ വറുത്ത് എടുക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. നമുക്ക് ഇതിന് ടേസ്റ്റ് കൂട്ടാൻ തന്നെ കാരണം ഈ ഇപ്പം വറുത്തിട്ടിരിക്കുന്ന ഈ തേങ്ങ നമ്മൾ കഴിക്കുമ്പോൾ ആ വറുത്ത തേങ്ങയുടെ ഒരു കടിയൊക്കെ നമുക്ക് കിട്ടുമ്പോഴും ഈ കടലയുടെയൊക്കെ കടി കിട്ടുമ്പോൾ നമുക്ക് വളരെ ഒരു ടേസ്റ്റി ആയിട്ട് തോന്നും. ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ എരിശ്ശേരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക് യു. ബൈ.